ആലപ്പുഴയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലായിരുന്നു സംഭവം. ഇരുവരിൽ നിന്നും കുട്ടി നേരിട്ടിരുന്ന പീഡനങ്ങളുടെ അനുഭവക്കുറിപ്പ് 24-ന് ലഭിച്ചു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ വീണ്ടും കുട്ടിയെ ആക്രമിക്കാൻ പിതാവ് ശ്രമിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്ത 24 വാർത്താ സംഘത്തെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം മിടുമിടുക്കി. അധ്യാപകർക്കും കൂട്ടുകാർക്കുമിടയിൽ ചിരിച്ചും കളിച്ചുമിരുന്ന അവൾ വീട്ടിൽ നേരിട്ടതത്രയും ക്രൂരപീഡനം. എൻ്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തിപ്പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പ എടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു. 3 അടി അടിച്ചോ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം രണ്ടാനമ്മ അതിക്രൂരമായി മർദ്ദിച്ചു. വീട്ടിലെ ശൗചാലയം ഉപയോഗിക്കാൻ പോലും അനുവദിച്ചില്ല. ആരോടും പറയാനാകാതെ താൻ നേരിട്ട പീഡനങ്ങൾ അത്രയും അവൾ നോട്ട്ബുക്കിൽ കുറിച്ചുവെച്ചു. വിഷം നൽകി കൊലപ്പെടുത്തുമെന്ന ഭീഷണിപ്പെടുത്തിയതടക്കം. അടികൊണ്ടു വീങ്ങിയ കവിളുമായി സ്കൂളിലെത്തിയപ്പോഴാണ് സ്കൂൾ അധികൃതർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. കുട്ടി രാവിലെ സ്കൂളിൽ വന്നപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മുഖമെല്ലാം വീർത്തിരിക്കുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇത് രക്ഷകർത്താക്കൾ ഉപദ്രവിച്ചാന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മൾ രക്ഷകർത്താക്കളെ ഉപദ്രവിച്ചാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു. കുട്ടികൾക്കെതിരായ അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത നൂറനാട് പോലീസ് കേസെടുത്തു. ഇതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 വാർത്താ സംഘത്തിന് നേരെ പിതൃമാതാവിന്റെ ആക്രമണം. ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പിതൃമാതാവിനൊപ്പം ബന്ധുവീട്ടിലേക്ക് പോയ കുട്ടിയെ പിതാവ് വീണ്ടുമെത്തി ആക്രമിച്ചു. കുട്ടിയെയും എടുത്ത പിതൃമാതാവ് ഓടി രക്ഷപ്പെട്ടു. ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ഇടപെട്ട ഇരുവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഒളിവിൽ പോയ അച്ഛനും രണ്ടാനമ്മയ്ക്കുമായി നൂറനാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംരക്ഷണമൊരുക്കേണ്ട കൈകൾ തന്നെ സംഹരിക്കാനൊരുങ്ങുന്ന കാഴ്ച. അപായപ്പെടുത്തിയേക്കുമെന്ന ഭീതിയിൽ താൻ നേരിട്ടതൊക്കെയും ആ 4ാം ക്ലാസ്സുകാരി തൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചുവെച്ചു. അക്രമികൾ അഴിക്കുള്ളിലായാൽ മാത്രമേ അവൾ സുരക്ഷിതയാകൂ എന്ന വ്യക്തമാകുന്നു. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24.